ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ആദ്യമായി സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്ന രണ്ടുപേർ ഇന്ത്യൻ കരസേനയുടെയും നാവികസേനയുടെയും മേധാവികളായി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേന മേധാവിയായി ഇന്ന് ചുമതലയെടുത്തതോടെയാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ദില്ലിയിലെ കരസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ 30ാമത്തെ മേധാവിയായി ചുമതലയേറ്റത്. മധ്യപ്രദേശിലെ സൈനിക് സ്കൂൾ റേവയിൽ നിന്നുള്ള നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയും ഉപേന്ദ്ര ദ്വിവേദിയും 1970കളുടെ തുടക്കത്തിൽ 5ാം ക്ലാസ്സിൽ ഒരുമിച്ചു പഠിച്ചവരാണ്. സ്കൂളിൽ ജനറൽ ദ്വിവേദിയുടെ റോൾ നമ്പർ 931ഉം അഡ്മിറൽ ത്രിപാഠിയുടെ റോൾ നമ്പർ 938ഉമായിരുന്നു എന്നതും കൗതുകകരമാണ്. സൈനിക മേഖലയിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ശക്തമായ സൗഹൃദം സേനകൾ തമ്മിലുള്ള പ്രവർത്തന ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കൻ ആർമി കമാൻഡറായി ദീർഘകാലം പ്രവർത്തിച്ച ഉപേന്ദ്ര ദ്വിവേദി 1984 ഡിസംബർ 15-നാണ് ഇന്ത്യൻ ആർമിയുടെ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. മെയ് 1 തന്നെ അഡ്മിറൽ ത്രിപാഠി ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡറായി ചുമതലയേറ്റിരുന്നു. എന്നാൽ ജനറൽ മനോജ് പാണ്ഡെയുടെ 26 മാസത്തെ കാലാവധി ഇന്ന് പൂർത്തിയായതോടെയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ചുമതല കൈമാറിയത്. പ്രതിരോധ മന്ത്രാലയത്തിലായിരുന്നു വിരമിക്കൽ ചടങ്ങ് നടന്നത്. അതേസമയം 2022 ഏപ്രിൽ 30-ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി ചുമതലയേറ്റെടുത്ത മനോജ് പാണ്ഡെയ്ക്ക് കഴിഞ്ഞ മാസം വിരമിക്കാനിരിക്കെ 1 മാസം കൂടി കാലാവധി നീട്ടി നൽകുകയായിരുന്നു.